കണ്ണൂരിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയ ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുണ്ട് ഇതിൽ പറയാൻ പോകുന്നത്. ആദ്യം കാണുന്നത് അറക്കൽ മ്യൂസിയമാണ്. കോഴിക്കോട് ഭരിച്ചിരുന്ന അറക്കൽ ബീബിമാരുടെ ചില പുരാതന വസ്തുക്കളാണ് ഇതിൽ കൂടുതലായി കാണുന്നത്. അടുത്തത് ട്രോമ കെയർ ഹോസ്പിറ്റലിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കാണുന്ന ഒരു ചരിത്ര നിർമ്മിതിയിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. സെന്റ് ആഞ്ചലോ ഫോർട്ട് 16നും 18നും നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് അൽമേഡയാണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും എല്ലാം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പാണ്ഡകശാലകളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അറബിക്കടലിൻ്റെ തീരത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കണ്ണൂർ ലൈറ്റ് ഹൗസാണ്. കണ്ണൂർ ലൈറ്റ് ഹൗസിൻ്റെ മ്യൂസിയമാണ്. 1976 ഇത് കമ്മീഷൻ ചെയ്തത്. ഏകദേശം 23 മീറ്ററാണ് ഇതിൻ്റെ നീളം. കേരളത്തിൽ 14 ലൈറ്റ് ഹൗസുകളുണ്ട്. അതിലൊരെണ്ണമാണ് കണ്ണൂർ ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ, അറബിക്കടലിൻ്റെ അതിമനോഹരമായ കാഴ്ച. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് തിര തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സീബാത്ത്. ഇവിടെ ഇരുന്നാൽ തിര നമുക്ക് അടുത്ത് കാണുന്നതായിട്ട് തോന്നും. ഇവിടെ കുട്ടികൾക്കും കളിക്കാൻ ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അടുത്തത് പയ്യാമ്പലം ബീച്ചാണ്. പയ്യാമ്പലം ബീച്ചിൽ ഒരുപാട് മഹാരഥന്മാരെ അടക്കം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പയ്യാമ്പലം പാർക്ക്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പാർക്കാണിത്. കണ്ണൂരിൽ ട്രെയിനാണ് വരുന്നെങ്കിൽ ഏറ്റവും അടുത്ത് പയ്യാമ്പലം ബീച്ചാണ്.